ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. എന്താണെന്നല്ലേ, നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അവെയർ ആണ്. അത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷെ അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഇത് പറയാൻ പല കാരണങ്ങളുമുണ്ട്. നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് തന്നെ വേണം പോകാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നിങ്ങൾ അവരുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെ ആണ് പോയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും അവർക്ക് ഉത്തരം തരാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്താണ് ഞാൻ പറയാൻ കാരണമെന്നല്ലേ, എന്റെ അടുത്ത് വരുന്ന, അതായത് ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ട് എന്റെ 1-on-1 കോച്ചിങ്ങിന് ക്ലയന്റിനെ എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ എടുക്കുമ്പോൾ പോലും എനിക്ക് വരുന്ന പല കേസസിലും ഞാൻ റീസെന്റ് ആയിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ട്രോമയിൽ ആയിട്ട് വരുന്ന കേസുകളും എനിക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് നമ്മൾ പഠിച്ചു വെച്ച സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓരോ സൈക്കോളജിസ്റ്റും അവരുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരേപോലെ തന്നെ നമുക്ക് മറ്റൊരു വ്യക്തിയിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ചിലർക്കത് ട്രോമയായിട്ട് മാറാനും ഒരുപാട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും, അതായത് പനിക്ക് വരുന്ന എല്ലാവർക്കും ഒരേ മെഡിസിൻ കൊടുക്കുന്ന പോലെ നമുക്ക് ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അതേക്കുറിച്ച് കൂടുതൽ അവെയർ ആവേണ്ട ഒരു സമയം കഴിഞ്ഞു. കാരണം അത് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. താങ്ക് യു.